എന്നായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്? എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നേ? ആര്? ഞാനോ? ഞാനാണോ ഉണ്ടാക്കുന്നേ? എന്നാ ഉണ്ടാക്കുന്നത് ഞാന്? എന്നാ ബിരിയാണി? ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നേ? ആ, ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ കയറി ഇരിപ്പുണ്ട്. ഈ സാധനമാണ് ഉണ്ടാക്കുന്നത്. ഒരു പാക്കറ്റ് മിക്സ് മേടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്യുവാണ്, എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. നമ്മളിത് കടയിൽ പോയി കഴിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ലുലു പോയപ്പം കണ്ടപ്പോൾ മേടിച്ചാണ് ചെറിയൊരു പാക്കറ്റ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാനാണ് ഇന്ന് നോക്കുന്നത്. വേണ്ടേ? ഞാൻ കട്ട് ചെയ്തു. ഈ കാണിച്ചത് ഈ സാധനം വീട്ടിലാരും അനുകരിക്കരുത്. എന്താകുന്ന ഒരു പിടിയില്ല. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാക്കുകയാണ്. നമ്മൾ റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബിരിയാണി നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അത് സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയയിൽ നമ്മൾ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇതിൽ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ ഈ സാധനം ആകത്തുള്ളൂ തോന്നുന്നു. നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇത് 2 കിലോ ചിക്കൻ ഉണ്ട്. ഇത് മൊത്തം വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ വായിക്കത്തില്ല, ക്യാമറ വായിക്കത്തില്ല. ഇത് നീ വായിച്ച അതുപോലെ എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇത്ര വേണോ? ബിരിയാണിക്ക് അത്യാവശ്യം വേണ്ട 2 സാധനമുണ്ട്. എന്തിയേ? ലെഗ് പീസ്, അത് വിങ്സാ. ഇത് ഒന്ന്, അത് വിങ്സാ. ഒരു കാലേ ഉള്ളൂ. ഞാൻ മേടിച്ച കോഴിക്ക് 2 കാലം ഉണ്ടായിരുന്നു. ഒരു കാലം കാണാതെ പോയല്ലോ. ഇതിനകത്ത് ഉണ്ടായിരിക്കും, നോക്ക്. അല്ല, ഞാൻ കഴുകി ഇപ്പൊ 2 കാലം ഉണ്ടായിരുന്നല്ലോ. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ ഈ സാധനം മസ്റ്റാ. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്കകത്തല്ല, ഏത് ബിരിയാണിക്കകത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര പീസ് പോരെ? നീ അഥവാ വേസ്റ്റ് ആയി പോയില്ല, അഴുക്കായി പോയെങ്കിലേ നമുക്ക് ചിക്കൻ കളുണ്ടല്ലോ. എനിക്ക് ലെഗ് പീസ് ഇഷ്ടമല്ല, എനിക്ക് നല്ല പീസ്. ഇത് പോരെ? 2 ഉണ്ട് പോരെ? ഇവിടെ ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ അടിയാകുമല്ലോ പീസിന് വേണ്ടി. ചിക്കൻ കഴുകി വെച്ചതേ ഉള്ളൂ, അതിന് മുന്നേ അടിയാ. പോരെ? മതിയായിരിക്കും. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് ചെയ്യേ. ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലേ? അപ്പൊ വേവിക്കണം. അതിൻ്റെ അകത്ത് വേവിക്കും. അനിക്കുട്ടിയുടെ ഇരിപ്പ് കണ്ടാൽ കട്ടിലേന്ന് എണീറ്റ് വന്നിരിക്കുന്ന പോലെയാണ്. പക്ഷെ എണീറ്റ് വന്നിട്ട് മണിക്കൂറുകളായി, ഇപ്പോഴും ആ ഹാങ് ഓവർ മാറിയിട്ടില്ല. അല്ല അനിക്കുട്ടി, നീ ഉറങ്ങുന്നോ? ഇനിയിപ്പോ ബിരിയാണി തിന്നിട്ട് ഉറങ്ങത്തുള്ളായിരിക്കും. ഏത് പീസാ വേണ്ടേ? ലെഗ് പീസ് വേണോ? ഇങ്ങനെ കടിച്ചു പറിച്ചത്. അപ്പൊ 2 ലെഗ് പീസിന് ആളായി. അത് പൊട്ടിച്ചപ്പോ ഈ സാധനങ്ങൾ, ഇത് മസാലക്കൂട്ട്, ഇതൊക്കെ മതിയായിരിക്കും അല്ലേ? ഇതതിന്റെ മസാല, ഹൈദരാബാദി മസാല. ഇതാ റൈസ്. ശരിക്കും ഇത്ര റൈസ് മതിയോ നമുക്ക്? 1.25 കിലോ ബിരിയാണി. അത് കഴുകണ്ടേ? അതൊക്കെ കഴുകിയതാണോ? എനിക്ക് ഒന്ന് കഴുകണമെന്നാണ് തന്നെ. എന്നാ ഇവിടെ വേറെ വീഡിയോ എടുക്കുന്നുണ്ട് ഇടയ്ക്ക്. അതല്ല, ഇത് മൊത്തം ഇടണമെന്നാണ്. മൊത്തം ഇട്ടേക്ക്. അപ്പൊ എരിവ് കൂടിയാലോ? എരിവ് കൂടത്തില്ലെന്ന്. എരിവ് കൂടിയേ കൂടട്ടെ. അപ്പൊ ഇവിടെ തിന്നില്ല, അതൊക്കെ വേറെ കൊടുക്കാം. പക്ഷെ നമ്മളെ ഈ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ബിരിയാണിയുടെ ഒരു കളറില്ലല്ലോ. ഹൈദരാബാദി ബിരിയാണി ഒരു യെല്ലോ കളറിലല്ലേ അല്ലേ? ഇത് വേറൊരു കളർ, ഒരു കറുത്ത കളർ. ചിലപ്പോൾ വേവിച്ച് കഴിയുമ്പോൾ ശരിയാകും.
നോക്കാം. ഇനി ഏത് കളറിലാണെങ്കിലും ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞ് കഴിച്ചോണം. ഇതിവിടെ ഇപ്പം തിളച്ച് മറിയുന്നുണ്ട്. തിളച്ച് മറിയും തുടങ്ങി. അരി ഇടട്ടെ. അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഇടുന്നു. അരി ഇട്ടു. 20 ml എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളെങ്ങ് ഉണ്ടാക്ക്, ഒരു കണക്ക് ഉണ്ടാക്ക്. നമ്മളല്ലേ കഴിക്കുന്നില്ല, വേറെ കൊടുക്കുന്നില്ലല്ലോ. ഇത് ഗുഡ് ഫാറ്റ്, അതുകൊണ്ട് കുഴപ്പമില്ല. നെയ്യ് ഇച്ചിരി കൂടി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആ ചിക്കൻ ഇട്ടിട്ട് ഇതാക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ അത് ഇതായി പോയില്ലേ. ശരിക്കും ഇത്ര പീസസ് വേണ്ടായിരുന്നു അല്ലേ? അത് നാളെ പറയിച്ചോന്നില്ലേ. ചിക്കൻ എന്തായി? ഒന്നും ആയില്ല കേസ്. വേവട്ടെ. ബിരിയാണി ശരിയാകുമോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മാളു. ബിരിയാണി കുറച്ചുകൂടെ നേരത്തെ ഉണ്ടാക്കണമായിരുന്നു. ശരിയായില്ലെങ്കിൽ ചോറ് വെക്കാനുള്ള സമയം വേണ്ടേ? എന്നാ പരിപാടി ഇവിടെ? ഫോണിന്റെ അകത്ത് നമ്മൾ ഓർക്കും വലിയ എന്താ പരിപാടിയെന്ന്. ഇവള് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇവള് തന്നെ ഇരുന്ന് കാണുക. വേറെ ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി ലോക്കുണ്ട്. പാസ്വേഡ് എന്തിട്ടാലും മറ്റേ പിൻ നമ്പർ എന്തിട്ടാലും ഇവിടെ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഇപ്പൊ മറ്റേ പാറ്റേൺ ലോക്കാ. അപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ല. അതിന് ഹോം സ്ക്രീനിൽ നിന്ന് ആ ക്യാമറ എടുത്തിട്ട് ക്യാമറയിൽ ഇതുപോലെ കോക്കറി കാണിച്ചുകൊണ്ടിരിക്കും, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട്. എന്നിട്ട് അതിരുന്ന് കാണും. യൂട്യൂബ് വീഡിയോ കാണുന്നതിന് പകരം സ്വന്തം വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിരുന്ന് കാണും. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു, റൈസ് വെന്തിട്ടിരിക്കുന്നു. ഇത് നമുക്ക് വേണ്ടത് എന്താണ്? ദം വെക്കണം. ഇത് 2 ശരിയായപ്പോഴാണ് ദം വെക്കാനുള്ള പാത്രം ഇല്ലെന്ന് അറിയുന്നത്. ഇനിയിപ്പോ ഉള്ള പാത്രം വെച്ച് ദം വെക്കണം. അല്ല, ഞാൻ വിചാരിച്ചു ഈ പാത്രത്തിൽ വെക്കാനായിരുന്നു. അല്ല, ഈ ദം വെക്കുന്ന മറ്റേ ഈ മാവൊക്കെ സൈഡിൽ കൂടെ അപ്പൊ അടച്ചു വെച്ച് വേവിക്കുക. ദമ്മല്ല, അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് പിന്നെ നമ്മൾ റൈസ് ഇട്ട് വേവിക്കാൻ പോവല്ലേ. കടല മറ്റേ ലെയർ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടി അതാണ് ഉദ്ദേശിക്കുന്നേ. അതിനുള്ള പാത്രം ഇല്ലെങ്കിലും നമ്മൾ പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഇനി ഇതിന് വേണ്ടയ്ക്ക് പിന്നെ നമ്മൾ നെയ്യ് ഒഴിക്കും. ഇതിന് മറ്റേ സാധനമൊന്നുമില്ല, കശുവണ്ടി മുന്തിരിയൊക്കെ വേവിച്ച് തട്ടിക്കൂട്ടിയ ബിരിയാണി. ഇനിയിപ്പോ ഇതിന് ഹൈദരാബാദി ബിരിയാണി എന്ന് പറയാൻ പറ്റൂല, ബിരിയാണി. ഹൈദരാബാദി ബിരിയാണിയിൽ നിങ്ങൾ എവിടെയാണ് മറ്റേ സാധനം കഴിച്ചിട്ടുള്ളത്? എന്തായാലും കഴിക്കാൻ പറ്റുന്ന പാകത്തിനാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിപ്പോ ഒന്ന് മിക്സ് ചെയ്ത് വേവിക്കുന്നതും ഇതെങ്ങനെ കഴിക്കുന്നതും ആയിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല. അതിനകത്ത് ഇപ്പൊ എന്തോ ഒരു മെയിൻ പ്രശ്നം ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത്. എന്താണ് മെയിൻ പ്രശ്നം? ഇപ്പൊ മനസ്സിലായോ? ഞാൻ മുമ്പേ ചോദിച്ചായിരുന്നു ഈ അരി ഇത്രയും എന്താ മതിയോ എന്ന്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് നീ ഇത് ദം വെക്കുമ്പോ വേകുന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ദം വെക്കുന്നില്ല. പക്ഷെ ഇനി ഇത് അടി പിടിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. ദം വെച്ച സാധനം പിന്നെ എടുത്ത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇത് ഈ പാത്രത്തിന്റെ അകത്തായിരുന്നു ഈ സാധനം. അതിനകത്ത് ഇരുന്നിട്ട് ആ റൈസ് വേവുന്നില്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ എങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ കുളിക്കാൻ പോയേക്കുമായിരുന്നു. എന്താ അവിടെ ചെയ്തേക്കുന്നത്? അത്രേ ഉള്ളൂ. അടിപിടി. അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വേവാത്താണെങ്കിൽ അവള് കഴിക്കില്ല, ആരും കഴിക്കില്ല. അല്ല, നമുക്ക് ഇച്ചിരി വേവ് കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. എന്നാ കഴിച്ചു? ഇന്ന ഇടയ്ക്ക് വിശക്കുന്നത് പറഞ്ഞിട്ട് ഇയാള് വേറെ പോയി സാധനം ഉണ്ടാക്കി കഴിച്ചു. ഹെല്ലോസ് കഴിച്ചു.
ആ കണ്ടോ എന്നാ ബിരിയാണി റെഡിയായി. ആ ബിരിയാണി റെഡിയായി. അനിക്കുട്ടി വ്ലോഗ് പറയുവാണ്. 2 സാധനമേ റൈസും പപ്പടവും മാത്രമേ ഉള്ളൂ കൂട്ടാൻ. അല്ല ഇതുണ്ടല്ലോ നമുക്ക്. ആ റൈസ് അല്ലേ ഇത്? അത് റൈസ് അല്ല, ഇതാണ് ബിരിയാണി. അത് സാലഡാണ്. ഇത് സാലഡ്. ആ ഇത് സാലഡ്. ആ അത് പപ്പടം. ആ അപ്പൊ പപ്പടം സാലഡും പപ്പടവും കൂട്ടിയ 2 ആവില്ലേ? ആ എന്നാ പറഞ്ഞത് മനസ്സിലായില്ല. പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പക്ഷെ എനിക്ക് ആദ്യം ചോറ് കിട്ടി. ചൂടുണ്ടേ, ആ ചൂട് പോട്ടെ. എനിക്കില്ല ഇങ്ങനെ കടിച്ച് പതിച്ച് തിന്നുണ്ട്. ആ അവക്കൊരു ലെഗ് പീസ് കൊടുത്തേ. എല്ല് വരെ പൊടിച്ചു. ആ പിന്നെ അല്ല എന്നാ വേണം പിന്നെ. ഒരു ലെഗ് പീസ് നീയും എടുക്കും. എനിക്ക് ലെഗ് പീസ് ഇഷ്ടമല്ല. അതെന്നാന്നറിയില്ല. ലെഗ് പീസ് ഇഷ്ടമില്ലാത്ത ഒരു കമന്റ് ചെയ്യണേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാണോ? ആ അപ്പം അനിക്കുട്ടി തരുന്ന കാര്യമുണ്ടേ. ആ അങ്ങനെ കഴിച്ചു നോക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇതിങ്ങനെ വായിലോട്ടിടും. മണം അടിക്കുമ്പോഴേ സൂപ്പറാന്ന് പറയും. സൂപ്പർ. അപ്പൊ ശരി, വീഡിയോ മൊത്തം അത്രേ ഉള്ളൂ. ഞങ്ങൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇത് ആദ്യമായിട്ടാണ് വ്ലോഗ് ചെയ്യുന്നത്. അപ്പം സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ അടിപൊളിയായിരുന്നു. ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.